Hey guys, welcome back to my channel with another video. Guys, ഇന്ന് നമ്മുടെ തംബ്നെയിലുള്ള ഞാൻ ഇന്ന് TVS Scooty Pep ഇതിൻ്റെ റിയർ ബ്രേക്ക് ഷൂ മാറാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് വൺ ഔട്ടായി. അപ്പോൾ ഇത് നട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വരുന്നത് 22-ൻ്റെ നട്ടാണ് വരുന്നത്. 22 mm-ൻ്റെ. ഇതാ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വീല് ഫ്രീ ആയിട്ട് മൂവ് ആവുന്നുണ്ട്. ഈ നട്ട് ലൂസാകാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ടയറിൻ്റെ 17 ഇഞ്ച് വരുന്ന ഈ ബോൾട്ട് അതൊരു 17 ഇഞ്ച് റിംഗ് സ്പാനർ കൊണ്ട് ലോക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ എൻജിൻ്റെ അവിടെ ലോക്ക് ചെയ്യുക. എന്നിട്ട് ഈ നട്ട് ടോർക്ക് യൂസ് ചെയ്ത് ഊരിയെടുക്കുക. ഞാൻ എങ്ങനെയെന്ന് ഇപ്പം കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോ. അല്ലാതെ ഊരാൻ നോക്കിയാൽ ഊരാൻ പറ്റത്തില്ല. സോ ഗൈസ്, നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ അറിയാലോ ഡ്രില്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇങ്ങനെ ലോക്ക് ചെയ്യണം. അപ്പം നമ്മൾ 22-ൻ്റെ ബോക്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ആ നട്ടിൽ വെട്ടി വെച്ചിട്ട് കുറച്ച് ടോർക്ക് യൂസ് ചെയ്ത് വെട്ടി വെച്ചിട്ട് നമ്മളൊരു ബ്രേക്കർ ബാർ യൂസ് ചെയ്ത് കുറച്ച് ടോർക്ക് അപ്ലൈ ചെയ്താലേ ആ നട്ട് ലൂസായി വരും. എത്തുള്ളൂ. വേണ്ട, ലൂസായി ഇങ്ങനെ ലൂസാകത്തുള്ളൂ. എന്നിട്ട് പതുക്കെ ഊരിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ മേടിച്ച പുതിയ ബ്രേക്ക് ഷൂ ഇതാണ്. ഇതിൻ്റെ പാർട്ട് നമ്പർ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇതിൻ്റെ വില വന്നിട്ട് 152 രൂപയാണ്. TVSൻ്റെ ജെനുവിൻ സാധനമാണ്. എന്നിട്ട് പതുക്കെ ഈ ടയർ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ ഊരിങ്ങി വരും. ചില കേസിൽ ഇത് സ്റ്റക്കായിരിക്കും. അപ്പം ചെറിയ രീതിയിൽ ടയറിൻ്റെ രണ്ട് എഡ്ജിലും തട്ടി ഇളക്കണം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ടയർ നേരത്തെ കണ്ടുപോലെ സ്ലൈഡ് ചെയ്ത് ഇളക്കി. ഇനി ബ്രേക്ക് ഷൂ ഊരി എടുക്കാം. ഇതാ ബ്രേക്ക് ഷൂ ഇത് കംപ്ലീറ്റ് ഓൺ ഔട്ടായിട്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മാറ്റണം. ഇതാണ് പുതിയ ബ്രേക്ക് ഷൂ. ഇതാണ് പുതിയ ബ്രേക്ക് ഷൂ. ഇപ്പോൾ ജസ്റ്റ് ഇനി ഈ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയ ബ്രേക്ക് ഷൂ ഇടാം. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ഡിസ്ക് ജസ്റ്റ് ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓവർ ടൈം അത് പോളിഷ് ആവും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പം ആ സർഫസ് കുറച്ചും കൂടെ റഫാവും. അത് കഴിയുമ്പം കുറച്ചും കൂടെ ബ്രേക്കിംഗ് പവർ വരും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ക് ഇടാം. ഡിസ്ക് ഇടുന്നത് കറക്റ്റ് അതിൻ്റെ ഫ്ലാഞ്ച്, അത് ഈ സൈഡ് ഇതിവിടെ വരണം. അത് നോക്കിയിട്ട് വേണം ഇടാൻ. ഓക്കെ, അങ്ങനെ അത് സെറ്റ്. ഇനി വേറൊന്നും ചെയ്യണ്ട. നമ്മൾ നേരത്തെ കയറ്റിയ പോലെ വീലെടുത്ത് അങ്ങ് കയറ്റി കൊടുത്താൽ മതി. ഇവിടെ ഒരു ലോക്കുണ്ട്, അത് ലോക്കായെന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, പിന്നെ വേറൊന്നുമില്ല. ഊരിയ ടയർ അതേപോലെ അങ്ങ് ഫിറ്റ് ചെയ്ത് നമുക്ക് നട്ടിട്ട് മുറുക്കാം. അങ്ങനെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു വാഷറുണ്ട്, വാഷറിട്ട് നട്ടിട്ട് മുറുകാം. എന്നിട്ട് പഴയതുപോലെ ടയറൊന്ന് ലോക്ക് ചെയ്തിട്ട് ടോർക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതിന് തിരിച്ച് വയ്ക്കണം. ഇതാ
അത്രേ ഉള്ളൂ. സോ ഗൈസ്, അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ സ്കൂട്ടി പെപ്പ് സ്ട്രീക്ക് സ്കൂട്ടറിൽ ബാക്കിലെ ബ്രേക്ക് ഷൂ മാറുന്ന. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. So this is Mithun saying ciao. See you guys in some other video. Bye bye.